രണ്ടാമത്തത്, ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്, മാ റദ്ദു സായിലൻ ഇദാ കാന മഈ ഷൈഉൻ, എൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ, എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ നിരാശയോടെ മടക്കൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റൂലല്ലോ. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഒരു 50 രൂപ ചോദിച്ചു, 1000 രൂപ ചോദിച്ചു, ഒരു ഭക്ഷണം ചോദിച്ചു, ഇച്ചിരി വെള്ളം ചോദിച്ചു, ഇത്തിരി വസ്ത്രം ചോദിച്ചു, ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ നിരാശയോടെ മടക്കൂല. അത് രണ്ടാമത്തെ പദവിയാണ്, രണ്ടാമത്തെ പടവാണ്. ഒന്നാമത്തത് കഴിഞ്ഞു, രണ്ടാമത്തത് സഹോദരിമാർ പഠിച്ചോ. ആർക്കാണ് ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഫണ്ടുണ്ട്, ഭർത്താവ് തന്നു, 4 ATM കാർഡുണ്ട്, വീടുണ്ട്, സ്വർണ്ണമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരാവശ്യം വരൂല എന്ന് നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റൂല, ഉറപ്പിക്കാൻ പറ്റൂല. ലക്ഷക്കണക്കിന് രൂപയുടെ നാവ്. ഇപ്പോൾ ഈ വല്ലപ്പുഴ ഭാഗത്തൊരു പാട്ട് പാടുന്ന, എന്താ അവൻ്റെ പേര്, ജംഷാദാ, പാട്ട് പാടുന്നൊരു പയ്യനല്ലേ വെളുത്തിട്ട്, അവനിങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടു. ഒരു കുഞ്ഞിൻ്റെ നാവ്, ദിൽഷാദോ, നാവ് മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ. ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. ആ സഹോദരൻ പറയുന്നുണ്ട്, നിങ്ങളിത് കണ്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും ഇല്ലെങ്കിൽ നിങ്ങൾ അയക്കരുത്, ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കണേ. അത്രയ്ക്ക് ഗതിയില്ലാത്ത അവസ്ഥയിലാണ്, അത്ര പ്രയാസത്തിലാണ്, അത്ര സങ്കടത്തിലാണ്. നാവ് മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ രോഗം. ആ കുഞ്ഞിനെ കണ്ടാൽ സഹിക്കാൻ പറ്റൂല. ആർക്ക് നാളെ ഒരു സാമ്പത്തിക ആവശ്യം വരൂല എന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ആരെങ്കിലും മുമ്പിൽ വന്ന് കൈനീട്ടിയാൽ വല്ലാഹി റബ്ബ് സത്യം, ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാതെ ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സ്വദഖ, നല്ല വാക്ക് പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു വിടുക. ഇല്ലാതെ അവരെ പരിശോധിച്ച്, അവരെ പരിഹസിച്ച്, അവരെ കുറ്റപ്പെടുത്തി കളിയാക്കി വിടരുത്. നാളത്തെ അവസ്ഥ എന്തെന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ, മുഹീദി മസ്ജിദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കാർക്കും നീ അത്തരമൊരു സാഹചര്യം തരല്ലേ അല്ലാ. സ്വന്തം നാട്ടിലും സ്വന്തം മഹല്ലിലും കൈനീട്ടിയിട്ട് സാമ്പത്തികത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു ഗതികേട്, പൈസ ഇല്ലെന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഗതിയില്ലാതെ അലയുന്നൊരവസ്ഥ ഒരിക്കലും നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ. മരുന്നുകൾക്കൊക്കെ തീതുപ്പുന്ന വിലയാണ്. പടച്ചവനെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ സ്നേഹസാഗരത്തിൽ തന്നെ 10-70ഓളം ആളുകൾക്ക് നിരന്തരം അസുഖം വരുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ദിവസം 2-3 പ്രാവശ്യം ആംബുലൻസ് ഹോസ്പിറ്റലിൽ പോയി ഓടി വരുമ്പോൾ ചെറിയ അസുഖങ്ങളാണ്, അതിനുപോലും ഭാരിച്ച തുകയാണ് ഹോസ്പിറ്റലിൽ നമുക്കാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അസുഖം ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പടച്ചവൻ നമുക്ക് പ്രതിസന്ധി തരുന്ന തരത്തിലേക്ക് അസുഖം തരാതെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരാവശ്യം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവരെ നിരാശയോടെ മടക്കരുത്. അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് നിഷിദ്ധമാകും. നിരാശയോടെ മടക്കരുത്. ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവനാണ്. നല്ല വസ്ത്രം ധരിക്കാത്ത, നല്ല ഭക്ഷണം കഴിക്കാത്ത, നല്ല വരിപ്പിൽ കിടന്നുറങ്ങാത്ത, നല്ല കൊട്ടാരത്തിൻ്റെ സുഖമറിയാത്ത, നല്ല ജീവിതത്തിൻ്റെ രസമറിയാത്ത, ആഡംബര ജീവിതത്തിൻ്റെ ആനന്ദമറിയാത്ത ഉവൈസ് ബിൻ ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പ്രവാചക അനുരാഗത്തിൻ്റെ മൂർധന്യതയിൽ വീണുപോയ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഹൃദയം പകർന്നു കൊടുത്ത, ലോകചരിത്രത്തിൽ അത്രമേൽ പ്രണയമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വിധത്തിലുള്ള സ്നേഹക്കട്ടയായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവമുണ്ട്. ഉമ്മ മരിച്ചതിന് ശേഷം, മുത്ത് റസൂൽ വഫാത്തായതിനു ശേഷം ഒരു മുസാഫിറായിട്ടുള്ള യാത്രയായിരുന്നു. മദീന കാണാൻ കഴിയാത്ത, ആരംഭപ്പൂവിനെ കാണാൻ കഴിയാത്ത, അനുരാഗിയുടെ വിലാപത്തിന്റെ യാത്ര, മുള്ളു കുത്തുകയറുന്ന പോലെ നെഞ്ചിന്റെ അകത്ത് വേദന പേറുന്ന യാത്ര. ആ യാത്രയിൽ ഉവൈസ് ബിൻ ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും രാത്രി പടച്ചവനോട് പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ മമ്മാത ജൂഅൻ
ഫലാ തുആഖിദ്നി, വിശന്നുകൊണ്ട് ആരെങ്കിലും ഇന്ന് മരണപ്പെട്ടാൽ എന്നെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ. ആരെങ്കിലും ഇന്ന് വിശന്നു മരിച്ചാൽ അതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത്. കാരണം ഞാനും വിശന്നിരിക്കാണ്, കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഞാൻ നിന്നോട് ഉറപ്പ് വരുത്തുകയാണ്. എന്തൊരർത്ഥമുള്ള വാക്കാണ്. ഫലസ്തീനിൽ പോലും തൊണ്ടയിൽ വെള്ളം ഇറ്റ് വീഴാതെ വറ്റി വരണ്ട് 1000-ലധികം കുഞ്ഞുമക്കൾ മരിച്ചു വീണപ്പെടും. നമ്മുടെ കല്യാണത്തിൻ്റെ ആഘോഷത്തിന് കുറവ് വരുത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ പോലും വായിച്ചിട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞില്ലായിരുന്നു. നമ്മൾ വളരെ ഗൗരവത്തിൽ ഇതൊക്കെ ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മൻ മാത മിന്നി ജൂഅൻ ഫലാ തുആഖിദ്നി, ആരെങ്കിലും വിശന്നിട്ട് മരിച്ചാൽ എന്നെ നീ ശിക്ഷിക്കല്ലേ അല്ലാ. കാരണം ഞാനും വിശന്നു കഴിയുന്നവനാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ നാട്ടിലെ പാവങ്ങളില്ലേ, നമ്മുടെ നാട്ടിലെ സാധുക്കളില്ലേ, നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരില്ലേ, അനാഥകളില്ലേ, അവരെ പരിഗണിക്കണം. അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ ചറുമുറുവിൻ്റെ അടുത്ത് ഇറങ്ങുമ്പോൾ അവിടെ അച്ചാറ് വിൽക്കുന്ന ഒരു സഹോദരൻ, ആ പാതിരാത്രിയിൽ അദ്ദേഹത്തിന് അത്രയും ഗതികെട്ടത് കൊണ്ടല്ലേ ആ പാതിരാത്രി അവിടെ കടയിൽ വരുന്ന ആളുകൾക്ക് ഓരോ കുപ്പി അച്ചാറ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അവർക്ക് മോഹങ്ങളുണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കണം. ഈ പ്രവാസ ലോകത്ത് കഴിയുന്ന ഇപ്പോൾ കുവൈറ്റ് നാസർ സാഹിബ് കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ടാവും. അതാണ് ഗൾഫുകാരുടെ അവസ്ഥ. അവരെല്ലാം മാറ്റി. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗവും പഴയ ഗൾഫുകാരാ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോട് സംസാരിച്ചപ്പോൾ വർഷങ്ങളോളം ബഹ്റൈനിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ജീവിതത്തിൻ്റെ 3/4 ഭാഗവും പ്രവാസ ലോകത്ത് തിരിച്ചു കളയുമ്പോൾ സത്യത്തിൽ അവരൊന്നും രുചികരമായ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. സുഖലോലുപതയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. എപ്പോഴും മക്കളുടെ ഓർമ്മ, കുടുംബത്തിൻ്റെ ഓർമ്മ, ഉമ്മ, വാപ്പ, നാട്ടിലെ പള്ളി, മദ്രസ, കോളേജ് ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. റിയാദിൽ നിന്ന് ഒരു KMCCയുടെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഒരാളെ ഞാൻ കൊണ്ടുവരാം. 45 വർഷം പ്രവാസ ലോകം തിന്നു തീർത്ത ഒരു ശരീരം. 5 വർഷം അദ്ദേഹം എന്തോ ഒരു വിഷയത്തിൽ ജയിലിലായി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവന്നാൽ സ്നേഹസാഗരത്തിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 101 വട്ടം ഇൻഷാ അല്ലാഹ് എടുത്തിരിക്കും. അവർക്ക് നമ്മളെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? അവർക്ക് നമ്മളെങ്കിലും ഒരു അഭയം കൊടുക്കണ്ടേ? നമ്മളെങ്കിലും ഒരു കിടക്ക, ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കണ്ടേ? അതാണ് ഇപ്പോഴത്തെ കാലം. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യം വരുമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നാളെ ഏത് രോഗമാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഏത് പ്രതിസന്ധിയിലാ നിങ്ങളെ പടച്ചവൻ പരീക്ഷിക്കുന്നതെന്ന് അറിയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന പാവങ്ങളെ നിരാശയോടെ മടക്കി വിടരുത്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് തിരക്ക് പിടിച്ചോടുന്നത് എവിടെയാണ് മക്കളെ? എവിടെയാ നിങ്ങൾ ഈ ഓടുന്നത്? ആരെ കാണാനാ നിങ്ങൾ ഈ തിരക്കടിച്ച് ഓടുന്നത്? ഓടുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്ത് കവാടത്തിന്റെ ആർച്ചിന്റെ തിരുമുമ്പിൽ തട്ടം പിരിച്ചിട്ടിരിക്കുന്ന പാവപ്പെട്ട ഉമ്മയെ നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാ മക്കളെ? നോട്ടുകെട്ടിന്റെ മണമുള്ളത് കൊണ്ടല്ലേ? ആഡംബരത്തിന്റെ സുഖമുള്ളത് കൊണ്ടല്ലേ? ജീവിതത്തിൽ നിനക്ക് സന്തോഷമല്ലാവോ തന്നതുകൊണ്ടല്ലേ? മോനെ, പടച്ചവൻ കരയിപ്പിക്കാൻ തുടങ്ങിയാൽ ആര് കണ്ണീര് തുടച്ചാലും ആ കണ്ണീര് നിക്കൂല മോനെ. അള്ളാഹു കരയിപ്പിക്കാൻ തുടങ്ങിയാൽ, അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങിയാൽ, അള്ളാഹു അസുഖം തരാൻ തുടങ്ങിയാൽ, ലോകത്ത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ വില പോലുമില്ലാതെ വലിച്ചെറിയേണ്ടി വന്നാലും പൊന്നുമോനെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് അള്ളാഹു തന്ന നിഅമത്തിനെ ഓർത്തിട്ട് നിന്റെ മുമ്പിൽ വരുന്ന പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു നല്ല വർത്തമാനം പറഞ്ഞവർ പിരിയുക. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل
ഖരീബ് ഫസദ്ദക വകും മിനസ്സാലിഹീൻ. അല്ലാഹു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുവോളം, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ സ്വതക്ക ചെയ്തുകൊള്ളുക. ഇല്ലെങ്കിലോ നിങ്ങൾക്ക് അസ്രായിൽ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ പറയൂ, എനിക്കൊന്ന് മടക്കി തരുവോ, ഇന്നത്തെ ദിവസം ഒന്ന് പിടിക്കാതിരിക്കുവോ, നാളെ റൂഹ് പിടിക്കാൻ പറ്റുവോ, എന്റെ സ്വത്ത് കൊടുക്കട്ടെ, എന്റെ പണം കൊടുക്കട്ടെ. കാഞ്ഞങ്ങാട് ഒരു പാവപ്പെട്ട യതീമായ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാനൊന്ന് സഹായിക്കട്ടെ എന്നൊന്നും ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദ്, ഞാനൊക്കെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്, നമ്മളൊക്കെ ദറസിലെ സമാജത്തിൽ പോലും പ്രസംഗിക്കുന്നതിന് മുമ്പേ കണ്ണുനീരോടെ ഇഖ്ലാസോടെ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാണ് ബഹുമാനന ദേവർശോല ഉസ്താദ്. നിങ്ങൾക്കൊക്കെ അറിയാം, ആ ഉസ്താദിൻ്റെ പാടന്തറയിലെ മർക്കസിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹ വിവാഹം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട, ഉസ്താദെ അത് മറ്റൊരു സംഘടനയല്ലേ, നിങ്ങളുടെ സംഘടനയല്ലേ? അങ്ങനൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ നടന്നതെന്താണ്? കാരുണ്യത്തിൻ്റെ വലിയ പേമാരിയാണ് അവിടെ പെയ്തിറങ്ങിയത്. 800-ലധികം വരുന്ന ആരോരുമില്ലാത്ത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള സാമ്പത്തിക സ്രോതസ്സുകളൊന്നുമില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലെ സഹോദരിമാർക്കൊരു വിവാഹ മംഗള സമ്പാദ്യമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വർഷങ്ങളായി നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട പലരും അത്തരം വിഷയത്തിൽ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, പെൺകുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അത് തുടങ്ങിയ സമയത്തൊക്കെ ഇപ്പോഴും സഹായിക്കുന്നുണ്ട് പലരും. അത്തരം സംവിധാനത്തെ നമ്മൾ കൂടെ നിന്ന് കൊടുക്കണം. ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുന്ന, മുസ്ലിങ്ങൾക്ക് അവിടെ വെച്ച് നിക്കാഹ് കഴിപ്പിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പാനുള്ള ജാഗ്രത കാണിക്കുന്ന, താല്പര്യം കാണിക്കുന്ന ഒരു സംവിധാനം എൻ്റെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട്ട സഹോദരങ്ങളോട് പറയുകയാണ്. നമ്മുടെ നാടിൻ്റെ പരിസരത്തുണ്ടാവാം അത്തരം ആളുകൾ. കല്യാണം എന്ന് പറയുമ്പോൾ സ്വർണം ഇങ്ങനെ കെട്ടിക്കൊടുക്കുക എന്നതല്ല, കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഒരു പുതുമയൊക്കെ വേണ്ടേ? ഒരു വസ്ത്രം, ചെറിയ നല്ല കുറച്ച് കുഞ്ഞാഭരണങ്ങൾ, നല്ല ഭക്ഷണം, കല്യാണത്തിന് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞ് ആഘോഷം ഒക്കെ കല്യാണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അല്ലേ? നമ്മൾ ഒരു മോളെ കെട്ടിക്കാണെങ്കിൽ പാടന്തറ മർക്കസിൻ്റെ 840 അല്ല 8000 മക്കളെ കെട്ടിക്കാനുള്ള പൈസ ഒരു മോളെ ഓരോ ദിവസത്തെ മഞ്ഞ, ചുവപ്പ്, കറുപ്പ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് നാം പൊടിച്ച് കളയലുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇത്തരം സംവിധാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുറ്റത്തൊക്കെ നടത്തണം. ഞാൻ സ്നേഹസാഗരത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തുന്ന സമയത്ത് പണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന ആറ്റപ്പൂവിൻ്റെ കൈകൊണ്ട് 5 പെൺകുട്ടികൾക്ക് അന്ന് 5 പവൻ സ്വർണം വെച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. കാരണം സ്നേഹസാഗരം എന്നത് അതിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആവേശം കൊണ്ടുവന്നാൽ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്നെ തന്നെ മുഴുവനും ഊറ്റി വലിച്ചെടുക്കുകയാണ് സ്നേഹസാഗരം. അതുകൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുക്കണം. പറ്റുന്നിടത്തോളം നമ്മുടെ മോളെ കല്യാണം നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നടക്കട്ടെ. നമുക്കൊരു വീടുണ്ടാകുമ്പോൾ ഒരു പാവപ്പെട്ടവർക്ക് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു കൊടുക്കട്ടെ. അങ്ങനെ അള്ളാഹു തന്ന നിഅമത്തിന് നമുക്ക് തിരിച്ച് നന്ദി രേഖപ്പെടുത്താൻ കഴിയണം. അപ്പോൾ രണ്ടാമത്തതായി ഐഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഒന്നാമത്തത് ശരീരത്തെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കലാണ്, വസ്ത്രധാരണം കൊണ്ട് വൃത്തിയോടെ നടക്കലാണ്. ആണും പെണ്ണും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തത്, ആരെങ്കിലും മുമ്പിൽ വന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കലാണ്, സഹായിച്ചു കൊടുക്കലാണ്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒക്കെ അത് ചെയ്തില്ലെങ്കിൽ പോലും അല്ലാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനത്തിന് അർഹരാണ്. പക്ഷെ എന്നിട്ട് പോലും അവർ ചെയ്തു കൊടുത്തു. കർണനാടിൻ കൽബു പൊട്ടിയ ചരിതമേ. അല്ലാഹുവിന്റെ റസൂൽ ഹൃദയം കൊണ്ട് വലിച്ചൂരിയെടുത്ത പ്രവാചക സ്നേഹിയാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു, ഒരു പാട്ടെഴുതണം. നേരത്തെ 1-2 വരികളിലൊക്കെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു പാട്ടായിട്ട് എഴുതിയിട്ടില്ലായിരുന്നു.
ഇപ്പം അത് എഴുതി നമ്മുടെ വല്ലപ്പുഴയിൽ ഒരു ജാബർ എന്ന് പറയുന്ന സഹോദരൻ അൽഹംദുലില്ലാ അത് പാടിയിട്ടുണ്ട്. അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ 1 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അതെത്തും. നിങ്ങൾ കേൾക്കണം. ആ ചരിത്രം കേട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ അനുരാഗ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ പ്രവാചകരിലേക്ക് ഒരല്പമെങ്കിലും എത്താനുള്ള കൽവുണ്ടാക്കണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. 3-ാമത്തെ കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ സ്ത്രീ പറയുന്ന 3-ാമത്തെ പടവ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചിട്ട് ആയിഷ ഉമ്മ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, 3-ാമത്തെ കാര്യം പറയുകയാണ്. 1, ശരീരത്തെ വസ്ത്രം കൊണ്ട് പരിപൂർണമായി മൂടിവെക്കലാണ്. 2-ാമത്തത് മാറദ്ദു സായിലൻ, ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മടക്കി വിടാതെ കൊടുക്കലാണ്. 3-ാമത്തത് ആ സഹോദരി പറയുകയാണ്, നിസ്കാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നത് ബാങ്കിന് മുമ്പാണ് ആയിഷ ഉമ്മ. ബാങ്ക് വിളിച്ചതിന് ശേഷമല്ല, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടതിന് ശേഷമല്ല ഞാൻ ഒളുവെടുക്കുന്നത്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടതിന് ശേഷമല്ല ഞാൻ നിസ്കാര കുപ്പായം ധരിക്കുന്നത്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടതിന് ശേഷമല്ല ഞാൻ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി വരുന്നത്. ഞാൻ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നത് ഖബലല്ലദാ, ബാങ്ക് കേൾക്കുന്നതിന് മുമ്പാണ്. ഒളുവെടുത്ത് വസ്ത്രം ധരിച്ച് ബാങ്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഹയ്യ അലസ്സലാ എന്ന ബാങ്ക് കേൾക്കാൻ വേണ്ടി കൊതിയോടെ ഞാൻ കാത്തിരിക്കും ആയിഷ ഉമ്മ. എന്റെ കാഞ്ഞങ്ങാട്ടെ പെങ്ങളോട് ചോദിക്കുകയാണ്, 20 വയസ്സായി, 40 വയസ്സായി, 60 വയസ്സായി, ഈ പ്രായത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എൻ്റെ മോളെ ബാങ്കിന് മുമ്പ് നിങ്ങൾ നിസ്കാരത്തെ കാത്തിരുന്നിട്ടുണ്ടോ? ബാങ്കിന് മുമ്പ് ഒളുവെടുത്ത് തയ്യാറായിരുന്നിട്ടുണ്ടെങ്കിൽ, 1 റമദാൻ മാസത്തിൻ്റെ മഗ്രിബ് സെറ്റാണ്, എല്ലാം റെഡിയാ, കാരയ്ക്ക അങ്ങോട്ട് കഴിക്കുക അല്ലേ. സുജൂദിൽ പോലും ഈത്തപ്പഴത്തിൻ്റെ കാരയ്ക്ക തുപ്പിക്കളയുന്നവരുണ്ട് നിസ്കാരത്തിൻ്റെ, അത് നമ്മൾ റെഡിയാ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനല്ല. ബാങ്കിന് മുമ്പൊന്ന് തയ്യാറായി ഇരുന്ന് നോക്കണം. ആഖിറത്തിൽ നക്ഷത്രങ്ങളെ പോലെ മുഖം തിളങ്ങുന്ന ഒരു വിഭാഗം യസ്തഇദ്ദൂന ഖബലല്ലദാൻ, നിസ്കാരത്തിന് വേണ്ടി ബാങ്കിന് മുമ്പ് തയ്യാറാകുന്നവരാണ്. ബാങ്കിന് മുമ്പ് തയ്യാറാകുന്നവരാണ്. ആകെ അത് തയ്യാറാകുന്നത് പള്ളിയിലെ മുഅദ്ദിൻ സാഹിബാണ്. എല്ലാം റെഡിയായിട്ട് നേരെ. ഇപ്പം പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്. അവർ നേരെ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് പിന്നെ ഒളുവെടുത്ത് റെഡിയാവുന്നത്. കാരണം തിരക്കുള്ള ജീവിതമാണല്ലോ. അപ്പം ഇങ്ങനെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കിന് മുമ്പേ തയ്യാറാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒന്ന് തയ്യാറായി നോക്ക്. മൊത്തം ഒരു 5 കാര്യം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകില്ല. 3-ാമത്തെ കാര്യം, അപ്പൊ 2 രണ്ടെണ്ണമായി. 1, അയ്യംന നഫ്സഹു മിൻ ജമീഇൽ മആസി, ശരീരത്തെ എല്ലാ തെറ്റിൽ നിന്ന് ഒഴിവാക്കുക. 2 എന്താണ്? അറബി പറയണ്ട, മലയാളം പറയാം. 1, ശരീരത്തെ എല്ലാ തെറ്റിൽ നിന്ന് പിടിച്ചു വെക്കുക. 2, ദുനിയാവിൽ അല്ലാഹു തന്നതിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹു തന്ന വീട്, അല്ലാഹു തന്ന ഭാര്യ അല്ലേ, അല്ലാഹു തന്ന ഭാര്യ മരിക്കോളം അതിന് സൗന്ദര്യം ഉണ്ടാവണം. ശുക്കൂറിന്റെ ഭാര്യ, മുജീബിന്റെ ഭാര്യ എന്ന് പറഞ്ഞിറങ്ങി നടക്കരുത്. എല്ലാവർക്കും സൗന്ദര്യം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹു തന്ന ഭാര്യ, അല്ലാഹു തന്ന മക്കൾ, ആ മോനെ കണ്ടുപഠിക്കുക, ഈ മോനെ കണ്ടുപഠിക്കുക, സുലൈമാന്റെ മോനെ കണ്ടുപഠിക്കുക, അതൊന്നും പറയാൻ നിൽക്കരുത്. നിങ്ങൾക്കുള്ളതാണ് കൊണ്ട് നടക്കുക. വീട്, വാഹനം എല്ലാം അങ്ങനെ തന്നെ. 3-ാമത്തത് അള്ളാന്റെ സ്വർഗം കണ്ടു മരിക്കണോ ഉടുപ്പിക്കാരാ? നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ റഹ്മത്തിന്റെ മാലാകമാർ ഇറങ്ങി വരണമോ ഉടുപ്പിയിലെ പെങ്ങളെ? റൂഹ് പിടിക്കുമ്പോഴുള്ള വേദനയും ബേജാറും മാറണമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആയിരക്കണക്കിന് ഹദീസ് വിചിന്തനം നടത്തി വസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, യകൂന ഹരീസൻ അലത്വാത്ത്, ആരാധനയിൽ ആർത്തിയുള്ളവനായിരിക്കണം എന്നാണ്. ആരാധനയിൽ ആർത്തിയുള്ളവനായിരിക്കണം, അലസതയല്ല. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി അല്ലാ ഇതെന്തൊരു തറാവിയാണ് റബ്ബേ, എവിടുന്ന് കിട്ടി പടച്ചോനെ ഇമാമിനെ റബ്ബേ, കഴിഞ്ഞ വർഷത്തെ ഇമാമ് സൂപ്പറായിരുന്നു എന്ന് അങ്ങനത്തല്ല. ആർത്തി വേണം.
തീർന്നു പോയോ റബ്ബേ, അല്ലോ തീർന്നു, തറാവി കഴിഞ്ഞോ, ഇത്ര പെട്ടെന്ന് തറാവി കഴിഞ്ഞു ഉസ്താദേ, അല്ലോ സുബ്ഹാനല്ലാഹ്, കൊതി തീർന്നില്ല, റമദാൻ കഴിഞ്ഞോ, ഇന്നാലില്ലാ 28 നോമ്പായോ, കൊതി തീർന്നില്ല ഉസ്താദേ, കൊതി തീർന്നില്ല. അതാണ് ആർത്തി. നമ്മളെങ്ങനെയല്ല, റമദാൻ നാളെ തീരുവളി, നമ്മളെ ആർത്തി അതാ.